ലോണി ലിങ്കൺ ലാഫ്രസ്കാസ് എന്ന റെസ്റ്റോറന്റിലേക്ക് എത്തി ബിഗ് ഡോണോവന്റെ പേര് പറഞ്ഞ് ഓർഡർ ചെയ്ത സാധനം കൈപ്പറ്റാൻ തയ്യാറായതും ബിഗ് ഡോണോവന്റെ പേര് കേട്ടതോടെ ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ലോണി ലിങ്കണെ തുറച്ചു നോക്കുവാൻ തുടങ്ങി. റെസ്റ്റോറന്റിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം കൈപ്പറ്റി മുന്നോട്ട് നടക്കുന്ന ലോണി ലിങ്കണെ ആരോ തടയുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും ലോണി ലിങ്കണെ വളയുന്നു. സ്കോർപിയൻസ് എന്ന ഗ്യാങ്ങിലെ പ്രധാനപ്പെട്ട മെമ്പറായ കാർമില ബ്ലാക്ക് ആണ് ലോണി ലിങ്കണെ തടഞ്ഞത്. താമസിയാതെ ഞങ്ങൾ ബിഗ് ഡോണോവനെ കാണുന്നുണ്ടെന്ന് വെല്ലുവിളി നടത്തിയെന്ന് അവനോട് ചെന്ന് പറഞ്ഞേക്കെന്ന് കാർമില ബ്ലാക്ക് ലോണി ലിങ്കണോട് പറയുന്നു. റെസ്റ്റോറന്റിൽ നിന്ന് തിരികെ പോകുന്ന ലോണി ലിങ്കണെ സ്കോർപിയൻസ് എന്ന ഗ്യാങ്ങിലെ ഒരാൾ ഫോളോ ചെയ്യുന്നു. ലോണി ലിങ്കൺ സ്ട്രീറ്റിലൂടെ അതിവേഗത്തിൽ ഓടി ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്നു. തിരികെ ദി 110th സ്ട്രീറ്റ് ഗ്യാങ്ങിന്റെ താവളത്തിലേക്ക് എത്തിയ ലോണി ലിങ്കൺ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ബിഗ് ഡോണോവനോട് പറയുന്നു. മാക് ഗാർഗൻ എന്ന ഒരുത്തനാണ് സ്കോർപിയൻസിന്റെ ലീഡർ. അവന് മറ്റു ഗ്യാങ്ങുകളോട് ചുമ്മാ കയറി ഏറ്റുമുട്ടുന്നത് ഒരു ലഹരി പോലെയാണ്. ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് നമ്മുടെ ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങിനെയാണ്. സ്കോർപിയൻസ് എന്തായാലും ലോണി ലിങ്കണെ മനസ്സിലാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം ലോണി ലിങ്കണന്റെ ഫാമിലിയെ വിരട്ടാം, ഇല്ലാതെയാക്കാം. ലോണി ലിങ്കണ് ഇനി രക്ഷയില്ല. ലോണി ലിങ്കണ് ഇനി ആകെയുള്ള രക്ഷ ദ 110th സ്ട്രീറ്റ് ഗ്യാങ് മാത്രമാണ്. ദ 110th സ്ട്രീറ്റ് ഗ്യാങ്ങും താനും സ്കോർപിയൻസിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാമെന്ന് ബിഗ് ഡോണോവൻ ലോണി ലിങ്കണോട് പറയുന്നു.